ഹലോ 1 2 3 നമ്മുടെ iOS 18 കുറച്ചധികം അടിപൊളി അപ്ഡേറ്റ്സ് ആക്സസിബിലിറ്റി അല്ല ഇതൊരു ലുക്കിന് പിടിച്ചാണ് മാറ്റിയേക്കാം. നമ്മുടെ iOS 18 ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് അല്ല, ഇത് ഈ പറഞ്ഞ iOSൽ എല്ലാ കൂട്ടുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായ ഫീച്ചേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ എന്തായാലും കംപ്ലീറ്റ് ആണ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേയധികം ഫീച്ചേഴ്സ് ഈ ഒരു അപ്ഡേഷനിൽ ഒളിച്ചിരിപ്പുണ്ട്. സോ നമുക്ക് കിട്ടിയ എല്ലാ ലീക്സും റൂമേഴ്സും റിപ്പോർട്ട്സും എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത് കംപ്ലീറ്റ് റീഡിസൈനിങ്. നമുക്കറിയാം ഇത്രയും നാൾ ഈ ഒരു iOS 18 ന്യൂസ് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ പറഞ്ഞത്, നമ്മുടെ വിഷൻ OSന് ശേഷം ഇനി എല്ലാ ആപ്ലിക്കേഷൻ്റെയും ലോഗോ അല്ലെങ്കിൽ ഐക്കൺ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ആപ്പിൾ വാച്ചിലൊക്കെ ഉണ്ടാകുന്നില്ല ആ റൗണ്ട് ഷേപ്പിലേക്ക് റീഡിസൈൻ ആവും എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറില്ല. iOS അല്ലെങ്കിൽ ഈ പറയുന്ന ഐഫോൺ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടും, അതേപോലെ വിഷൻ OSൽ അല്ലെങ്കിൽ വിഷൻ പ്രോന് യൂസ് ചെയ്യുന്ന ആ ഒരു OSൽ റൗണ്ട് ഷേപ്പിലെ ആപ്പ് അത് രണ്ടും സെപ്പറേറ്റ് ആണ്. പക്ഷേ അവർ തമ്മിലുള്ള സംസാരം സിങ്കിങ് വ്യത്യാസമില്ല. ആ ഒരു ആപ്പ് ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ആപ്പിൻ്റെ ഷേപ്പ് ഡെഡിക്കേറ്റഡ് iOSന് വേണ്ടി മാത്രമായിരിക്കും. പക്ഷേ കൺട്രോൾ സെൻറ്ററിലും സെറ്റിങ്സിലേക്ക് നമുക്കൊരു ഫുൾ റീഡിസൈനിങ് കാണാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ ഹോം സ്ക്രീനിൽ ഇന്നേ വരെ ആപ്പിൾ കൊണ്ടുവരാത്ത ഒരു റീഡിസൈനിങ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ആൻഡ്രോയിഡ് യൂസേഴ്സ് നോക്കുമ്പോൾ ഇതാണോ എന്ന് തോന്നും. പക്ഷേ ഒരു ആപ്പിൾ യൂസറിന് അല്ലെങ്കിൽ ഒരു ഐഫോൺ യൂസറിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു മാറ്റം. കാരണം നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഒരു പോയിന്റിൽ വിട്ടാലും അത് കറക്റ്റ് അലൈൻഡ് ആയിട്ട് വേറൊരു ആപ്ലിക്കേഷൻ്റെ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകെ പോയിരിക്കുമായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മുടെ സ്ക്രീനിൻ്റെ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് അത് വെക്കാൻ പറ്റില്ലായിരുന്നു. ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ആക്സസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഹോം സ്ക്രീനിൻ്റെ ആ ഒരു ഫ്രീഡം നമുക്ക് iOS 18 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഏത് എഡ്ജിലും നമുക്ക് പൊക്കത്തോ താഴത്തോ എവിടെ വേണമെങ്കിലും നമ്മുടെ ഹോം സ്ക്രീനിൽ വെക്കുകയും ഹോം സ്ക്രീനിൻ്റെ നമ്മുടെ ആ ഒരു പിക്ചറിനനുസരിച്ച് നമുക്കിപ്പോൾ ഓരോ വാൾ പേപ്പേഴ്സും അതേപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയാക്കാനും ഈ പറഞ്ഞ ഹോം സ്ക്രീൻ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ചേഞ്ചാണ് സിറി എന്ന് പറയുന്നത്. യെസ്, നമുക്കറിയാവുന്ന പോലെ iOS 18 വരുമ്പോൾ സിറി എന്ന് പറയുന്ന ആ ഒരു AI അസിസ്റ്റൻറ്റിനെ ആപ്പിൾ നല്ല രീതിക്ക് പുഷ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞൊരു വട്ടം ഈ പറഞ്ഞ ആപ്പിളിൻ്റെ എംപ്ലോയീസായ 2 പേര് ഈ പറഞ്ഞ AI ബേസ് ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ചധികം ടോക്കുകളുണ്ടായിരുന്നു. അതിലവർ പറയുന്നത് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുക, കാരണം അവരൊന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്തിനാണ് AI യൂസ് ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചിട്ടും ഇവർ ചിരിച്ച് കാര്യങ്ങൾ തള്ളുകയാണ്. Critics have been surprised that Apple appears to be falling behind when it comes to AI. How do you respond? I don't believe we are. Not too worried. Not too worried. And actually we have an advantage. Again, go back to we own the silicon, the hardware, the software, the machine learning. Even though നമുക്കറിയാം ആപ്പിൾ ഈ പറഞ്ഞ 2023-24 കാലഘട്ടത്തിൽ കുറേയധികം കമ്പനികൾ, അതായത് AIൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനികളായിട്ട് ടൈപ്പ് അല്ലെങ്കിൽ അതിനൊക്കെ ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അർത്ഥം ആപ്പിൾ MML അതായത് മിഷൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ ഈ പറഞ്ഞ ലാർജ് സ്കെയിലായിട്ട് വരുന്ന കുറേ ലാംഗ്വേജസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ സിറിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഹയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും ആദ്യം ഇതേപോലെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് കൊണ്ടുവന്നത് നമ്മുടെ സിറി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുറകിൽ നിൽക്കുന്നതും നമ്മുടെ സിറി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 2024 സിറിനെ ആപ്പിൾ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ കേട്ട ഒരു ന്യൂസാണ് ഈ പറഞ്ഞ ഗൂഗിളായിട്ട് ആപ്പിൾ കുറേയധികം AIയുടെ ഫീച്ചേഴ്സ്, നമുക്കറിയാം ഈ പറഞ്ഞ മാജിക് ഇറേസിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഗൂഗിളുണ്ട്, അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരും കേൾക്കാതെ പക്ഷേ ഈ പറഞ്ഞ കാര്യം സത്യമാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ AI വേൾഡിൽ
ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ആളാണ് ഓപ്പൺ എ ഐ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചാറ്റ് GPT ആ ഒരു ഡെവലപ്പിംഗ് കമ്പനിയാണ് ഈ പറഞ്ഞ ഓപ്പൺ എ ഐ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പൺ എ ഐ ആയിട്ട് ആപ്പിൾ പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ചാറ്റ് GPT 4.0 എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ആ ഒരു ഇൻട്രാക്ഷനും അതിൻ്റെ ആ ഒരു വ്യത്യാസവും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റഗ്രിറ്റി നമ്മുടെ സിറിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം വേറെ ലീഗിലേക്ക് പോകും. അതുമാത്രമല്ല കുറേയധികം ഡെഡിക്കേറ്റഡ് ആപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസിലേക്കും ഈ പറഞ്ഞ സിറിയുടെ യൂസേജ് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫോട്ടോ ആപ്പ്. നമുക്കറിയാവുന്ന പോലെ ഫോട്ടോസ് ആപ്പിൽ നമുക്ക് ഇനി മുതൽ ഫോട്ടോസ് എടുത്തതിന് ശേഷം കുറേയധികം റീഅറേഞ്ചിങ്, അതായത് നമുക്ക് മാജിക് ഇറേസിങ്, നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് ഡ്രോപ്പ് ആൻഡ് പിക്ക് അല്ലെങ്കിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അവിടെ നിന്നുള്ള ഇവിടെ ഇടാം, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ AI യൂസ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പിൽ വരും. അതേപോലെ നമുക്ക് സഫാരിയിലേക്ക് നോക്കുമ്പോൾ ആർക്ക് എന്ന് പറഞ്ഞൊരു ബ്രൗസറുണ്ട്. ആർക്ക് എന്ന് പറഞ്ഞ ബ്രൗസറിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കോണ്ടൻറ്റ് വേണമെങ്കിൽ അടിച്ചു കൊടുത്തതിനാൽ അതിൻ്റെ മാറ്റം ഫുൾ ബ്രീഫിങ് വരും. ഇപ്പോൾ iPhone 15 കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. ഇതെന്താണ് കുറേ നേരം ആയില്ല ഒരു പ്രാണി, ഇത് ഈ ലൈറ്റിൻ്റെ ആണോ മഴയുടെ ആണോ? അപ്പോൾ അങ്ങനത്തെ ഒരു വെബ് ബ്രൗസർ ഉണ്ട്. ആ ഒരു വെബ് ബ്രൗസർ പോലെ തന്നെ നിങ്ങൾക്ക് സഫാരിയിലൂടെയും ഈ പറയുന്ന AI യൂസ് ചെയ്തുകൊണ്ട് കുറേയധികം മാറ്റങ്ങൾ, നിങ്ങൾക്ക് ആ സ്ക്രീനിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ സെലക്ട് ചെയ്ത് അത് സമ്മറൈസ് ചെയ്യാൻ, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, ലുക്കപ്പ്, കുറേ കാര്യങ്ങൾ നമുക്ക് സഫാരിയിൽ മാറാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം നമുക്ക് പിന്നീട് മാറുന്നൊരു ഓപ്ഷനാണ് നോട്ട്സ് ആപ്പ്. നോട്ട്സ് ആപ്പിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ, അതും ലൈവ് എന്ന് പറഞ്ഞാൽ പക്ക പ്യുവർ ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. അത് മലയാളത്തിനില്ല, സെലക്റ്റഡ് ആയ കുറേ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഫോർ ഷുവർ ഉണ്ടാവും, സ്പാനിഷ് അങ്ങനെ കുറച്ച് സെലക്റ്റഡ് ലാംഗ്വേജസ് ആണെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഈ പറഞ്ഞ ലാംഗ്വേജിൻ്റെ സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് നോട്ട്സിൽ വരുന്നുണ്ട്. അതേപോലെ മാത്തമാറ്റിക്സിന് കുറേയധികം യൂസേജ് വരുന്നതാണ് കേൾക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ മാത്സും അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസും അതിൻ്റെ സ്റ്റെപ്സും ബാക്കി കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ AI യൂസ് ചെയ്തുകൊണ്ട് സിറി അല്ലെങ്കിൽ നോട്ട്സ് ആപ്പിൽ കാണിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം പോലും ഇല്ല, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് ഭാഗ്യമാണ്, ഫോണിൽ കുത്തിയ ചാറ്റ് GPT അതെന്താ, സിറി അതെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫുൾ ആൻസേഴ്സാണ്. പക്ഷെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഈ സാധനങ്ങൾ യൂസ് ചെയ്യണം. അത് തന്നെ. ഇനി ഈ പറഞ്ഞ സിറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സങ്കടമുള്ള ന്യൂസ് ഉണ്ട്. അതായത് നമ്മുടെ സിറി ഈ പറയുന്ന യൂസേജൊക്കെ വരികയാണെങ്കിൽ iPhone 15 Pro ഓർ ലേറ്ററിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതൊരു ഊളത്തരമാണ്. കാരണം 15 എടുത്തവന്മാരൊക്കെ വെറുതെ പൊട്ടന്മാരായിട്ടിരിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ വരികയാണെങ്കിൽ നല്ല ശോകമാണ്. അറ്റ്ലീസ്റ്റ് എല്ലാ ഡിവൈസിലും കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫുൾ പൊട്ടൻഷ്യൽ, അതായത് ഈ പറയുന്ന AI ഒരു ടോപ്പ് നോച്ച് യൂസേജ് ഇല്ലേ, അത് 15 Pro മുതൽ അല്ലെങ്കിൽ 15 Pro ഓർ ലേറ്ററിൽ മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാം കിട്ടും, പക്ഷേ എല്ലാം കിട്ടില്ല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൊടുക്കുമ്പോൾ AI ഫീച്ചേഴ്സ് 15 അല്ലെങ്കിൽ 14 തൊട്ട് കൊടുക്കുക. കാരണം അതിനൊക്കെ അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള ഡിവൈസ് ആയിരിക്കും. സോ കൊടുക്കുക. അത്രമാത്രം എഫിഷ്യൻ്റായിട്ടും പവർ വലിക്കുന്ന ഈ A17 Proയിലെ റൺ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു സിറി അല്ലെങ്കിൽ AI ഫീച്ചേഴ്സ് ആണെങ്കിൽ അത്രയും ജാം പാക്ക് ചെയ്യുന്നുണ്ട് എന്നും കൂടെ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇനി അടുത്ത വരുന്ന ഒരു ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറഞ്ഞ iMessage എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലം നമുക്കറിയാൻ പറ്റും iMessageന് കുറേയധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നു. ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ കൊണ്ടുവന്നു, അതേപോലെ ഫാസ്റ്റ് റിപ്ലൈയും കൊണ്ടുവന്നു, നമ്മുടെ ഈ പറഞ്ഞ പോയിൻ്റ് ഔട്ട് കൊണ്ടുവന്നു, അങ്ങനെ സ്റ്റിക്കേഴ്സ് കൊണ്ടുവന്നു, അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ iMessage കൊണ്ടുവന്നു. നമ്മുടെ ഇന്ത്യയിൽ ഞാൻ പേഴ്സണലി iMessage യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആപ്പിൾ യൂസേഴ്സ് വേണം. പക്ഷേ iOS 18 വരുമ്പോൾ RCSലേക്ക് മാറുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗൂഗിൾ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസ് യൂസേഴ്സിനും ഈ പറയുന്ന iMessage അല്ലെങ്കിൽ iMessage ബ്ലൂ ബബിൾ പോവാ അവിടുന്ന്
ബ്ലൂ ബബിൾ ഗ്രീൻ ബബിൾ ബ്ലൂ ബബിളും ഗ്രീൻ ബബിളും ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള സംസാരിക്കാൻ പറ്റും. അതും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിൽ തന്നെ സംസാരിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ iMessage മാത്രം കുറേയധികം സെലക്റ്റഡ് ആയുള്ള എഫക്ട്സ് ഉണ്ട്. അത് ഇനി ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് കുറച്ചധികം ഉള്ളൂ, കൊല്ലങ്ങളായിട്ട് ഈ തന്നിരിക്കുന്ന കുറച്ച് എഫക്ട്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ iMessageൽ. അത് കുറച്ചധികം പുതിയത് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഒരു മെസ്സേജിനല്ല, ഓരോ ലെറ്ററിന് ആൽഫബറ്റ് അല്ലേ, ഓരോ വേർഡിനും നമുക്ക് ആനിമേഷൻസ് കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് എഫക്ട്സ് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്ന റിപ്പോർട്ട്. ഇത് മാർഗർമൻ പറഞ്ഞ റിപ്പോർട്ടാണ്. ഏകദേശം 99% അങ്ങേര് പറയുന്ന റിപ്പോർട്ട്സും കാര്യങ്ങളും കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഇത് നമ്മുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മുടെ iOS 17 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് W23 കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞുള്ളൂ. പക്ഷേ അപ്ഡേഷൻ വരുമ്പോഴാണ് അവർ ചെറിയ കാര്യങ്ങൾ വരെ മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും ഇവൻറ്റിൽ പറയാനാണെങ്കിൽ അത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറൊന്നും തീരില്ല. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും WWDC 2024 നമുക്ക് കാണാൻ പറ്റുക. അതോടൊപ്പം എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതൊക്കെ ഓക്കെ, പക്ഷേ ഇതൊക്കെ ഏത് ഡിവൈസിൽ സപ്പോർട്ടാവും? നമുക്ക് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ലീക്കിൽ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ടിൽ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ iOS 17 റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസിലും iOS 18 റൺ ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു റിപ്പോർട്ട് കുറച്ച് നേരം മുമ്പ് എനിക്ക് കിട്ടിയൊരു ന്യൂസാണ്. iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ 2 ഡിവൈസ് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അത് ഒന്ന് ഐഫോൺ ഏതാണെന്ന് 10s മാറാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ SE ഇപ്പോൾ റൺ ചെയ്യുന്ന ഒരു SEയും കൂടെ മാറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ iPhone XS ചിലപ്പോൾ പോകാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ പറഞ്ഞ ട്രൂ ഡെപ്ത് ക്യാമറയും നമ്മുടെ ഐ ട്രാക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് റൺ ചെയ്യുന്ന ഒരു ഡിവൈസാണ് iPhone XS. പിന്നെ അറിയില്ല, നമുക്ക് കിട്ടിയ ലീക്സും റൂമേഴ്സും റിപ്പോർട്ട്സൊക്കെ അനുസരിച്ച് സപ്പോർട്ടിങ് ഐഫോണിൻ്റെ അല്ലെങ്കിൽ iOS 18 സപ്പോർട്ടിങ് ഇപ്പോൾ 17 നിലനിൽക്കുന്ന എല്ലാ ഫോണിലും കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെ വിശ്വസിക്കാം. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായി, എല്ലാം ഹെൽപ്ഫുള്ളായി കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ അവിടെ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ന്യൂസ് വാങ്ങണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റിൽ ന്യൂസുകളുണ്ടാവും, നിങ്ങൾക്ക് അവിടെ നിന്ന് വായിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ www.evica.com ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Yebin Xavier signing from Evica.